ഹായ് അങ്ങനെ ഞങ്ങൾ നാലാളും കൂടെ ഒന്നിച്ച് പുറത്തുപോയ വ്ലോഗാണിത്. ഞങ്ങൾ ശരിക്കും വൈകുന്നേരം ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതേമാതിരി ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പക്ഷെ ഒരു സ്പോട്ട് മാത്രം കണ്ടിട്ടാണ് പോകുന്നത്. ഞങ്ങൾ നാലാളും 3 ഭാഗത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ പറഞ്ഞ ആ സ്പോട്ടിലേക്ക് ഞങ്ങൾ നാലാളും കൂടെ എത്തിയതാണ്. സ്വതവേ ഞങ്ങൾ നാലും ഒരുമിച്ച് ഇറങ്ങുകയാണെങ്കിൽ പോലും ഈ പ്രാവശ്യം ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉള്ളത് ഇവരെ കൂടെയായിരിക്കും. ശരിക്കും ഒന്നും മറക്കാൻ പറ്റാത്തതാണെങ്കിൽ ഇത് അതിലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഞാനും പ്രിയയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് ബസ് കയറി. ഞങ്ങളൊന്ന് സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് എന്തൊക്കെയാന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട്. ടോപ്പ് വാങ്ങാനാ പോയതെന്നുണ്ടെങ്കിലും വലിയ കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഓരോ അങ്ങോട്ടേക്ക് വന്ന്. ഈ വ്ലോഗ് അങ്ങനെ ലെങ്ത് ഉള്ള വ്ലോഗല്ല, കൂടുതലും നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് അത്രയും ഷോർട്ട് ആക്കിയിട്ട് തന്നെയാണ് ഈ വ്ലോഗ് ചെയ്തത്. പിന്നെ എനിക്ക് ഈ വീഡിയോ ഒരു ഡോക്യുമെന്റ് ചെയ്ത് ഒരു വ്ലോഗാക്കി വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ അവിടെ എത്തിയ സമയത്താണെങ്കിൽ നല്ല മഴയാണ്. കുറെ ഫോട്ടോസ് എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ പോയതാണെങ്കിലും വലിയ ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ക്യാമറ കുറച്ചിങ്ങനെ ഒരു ബ്ലാ ഫീലായി. പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെയും പറയുന്ന പോലെ ഞങ്ങൾ ടൈം നല്ലോണം സ്പെൻഡ് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പറ്റുന്ന പോലെ വീഡിയോസ് എടുക്കാനും പറ്റി. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങൾ വെറും ബീച്ചും കഫേയും മാത്രമേ നോക്കല്. അപ്പോൾ ഈ അടുത്തൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ കണ്ട സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒന്ന് മാനേജറൊക്കെ പോയിട്ട് അവിടെ പുല്ലിലൊക്കെ ഫോട്ടോ എടുക്കാന്ന്. പക്ഷേ ഞങ്ങളെ നല്ല ലക്കോട്ട് തന്നെ നല്ല മഴയായി, പുല്ല് ഫുള്ള് നല്ല വെള്ളമാണ്. പിന്നെ ഉള്ള കവറൊക്കെ വെച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നിട്ടൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ പാസ്സായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിക്കാം. അല്ലാണ്ട് ഇനി വരാൻ പോകുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ പോയതിനെ പറ്റിയിട്ടോ ആലോചിച്ചിരിക്കരുത്. ഇപ്പൊ ഉള്ള സമയത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആലോചിക്കുന്ന സമയത്ത് ഒരു മെമ്മറി ആയിട്ട് കിട്ടും. അല്ലാത്ത പക്ഷം വെറും റിഗ്രറ്റ് ആയിരിക്കും, അയ്യോ എന്താ ജീവിക്കാഞ്ഞത്. നമ്മൾ ആരെപ്പോലെയും ജീവിക്കാനല്ല, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടത്തിനും ജീവിക്കാൻ നോക്കാം. അറിയൂല ഈ സ്റ്റൊമക് ഹേർട്സ് എന്ന് അറിയില്ലേ, അത്രയ്ക്കും ചിരിച്ചിക്കണമെന്ന്. നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ഫ്രണ്ട്സ് മതി. കുറെ ആൾക്കാരൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മളെല്ലാ ആൾക്കാർ തന്നെ അത്രയും അടിപൊളിയാണെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ ലക്കാണ്. ഈ 1000 ആൾക്കാരെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാരെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിക്കാന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എത്രയോ കാലത്തിന് ശേഷം ഒന്ന് ഓടിക്കളിക്കാനും ഒക്കെ നിൽക്കുന്നത്. ഈ ഓടിക്കളിക്കുന്നതിനൊക്കെ എന്താ പ്രായമുണ്ടോ? ഒരു കപ്പാസിറ്റി ഉള്ളിടത്തോളം ഓടിക്കളിക്കുക. ലൈഫ് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുക. അല്ലാണ്ട് ഈ വയസ്സാവുന്ന മുന്നേ പ്രായമായ മാതിരി നിന്ന് കഴിഞ്ഞാല് അവിടെ ഇരിക്കും. ഇതൊക്കെ എന്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ഇതേമായി തന്നെയാണ് ഓരോതും. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞതിൽ ഞാൻ ഗായത്രീഷിനെ പരിചയപ്പെടുത്തി. ഇതിനകത്താണ് പാർവതിയാണിത്. ഇത് ഗായത്രീന്റെ സിസ്റ്റർ ആണ്. വീഡിയോ വലിയ ഇരുട്ടത്തുനിന്ന് എടുത്തതായതുകൊണ്ട് നല്ലോണം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ മാനഞ്ചറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഒരു പാനിപൂരിന്റെ പീടിയുണ്ട്. കുറച്ച് ബായി നടത്തുന്ന പീടിയാണ്. ആദ്യം ഞങ്ങൾ പാനിപൂരി വാങ്ങിയിട്ട് ഞങ്ങൾക്ക് സംതൃപ്തരായോണ്ട് ഞങ്ങൾ അടുത്ത സാധനത്തിലേക്ക് കിടന്ന് ആ സമയത്ത് എന്തിന്റെ കേടായിരുന്നു സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുന്നത്. അതേപോലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ മസാലപ്പൂരിയും കഴിക്കൂല. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക്, ഞങ്ങൾ ഈ 0 സൈസിന്റെ ആൾക്കാരായതുകൊണ്ട് ഒരു സീറ്റിൽ 3-4 ആൾക്കാർക്ക് ഇരിക്കാം. എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. ഇത്രേ ഉള്ളൂ. അപ്പൊ ബൈ.